അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് മരിച്ചതിലും കഷ്ടമായിട്ട് ഈ ആളെ വെൻറ്റിലേറ്ററിലാക്കി. അപ്പം ഞാൻ തിയേറ്ററിൻ്റെ പുറത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നിട്ട് കൃപാസനത്തിൻ്റെ പത്രം തന്നിട്ട് പറഞ്ഞ്, അമ്മച്ചി പ്രാർത്ഥിക്ക്, ദൈവത്തിന് അസാധ്യമായി ഒന്നും തന്നെയില്ല. അപ്പോൾ എനിക്ക് കൃപാസനം എന്താണെന്നാ ഒന്നും അറിയില്ല. പക്ഷേ ഈ തന്ന പത്രം ഞാൻ മടക്കി എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച്, മാതാവേ, എൻ്റെ ഭർത്താവിന് പൂർണ്ണ സൗഖ്യം തരണമേ. ഈ മനുഷ്യൻ കടലിൽ ജോലി ചെയ്യണതാണ്. 20-18 ദിവസം കഴിഞ്ഞാൽ വലിയ ബോട്ടിൽ പോയാൽ തിരിച്ചു വരാറുള്ളൂ. അങ്ങനെ ഒരു ദിവസം ജോലിക്കായിട്ട് പോയി കടലിൽ വെച്ചാണ് ഒരു ബുദ്ധിമുട്ട് തോന്നി. അവർ 4 ദിവസം കൊണ്ട് കടലിൽ നിന്ന് കരക്കെത്തിച്ച് ഹോസ്പിറ്റലിൽ ചെന്ന്, അപ്പോൾ ഇന്ന വിഷയങ്ങളൊക്കെ ഉണ്ട്, ഇത്രയും ഭാഗങ്ങൾ മുറിച്ച് മാറ്റണം, ഓപ്പറേഷൻ ചെയ്യേണ്ടതില്ല, അത്രയും ഡാമേജ് ആയി എന്നാണ് ഡോക്ടറൊക്കെ പറഞ്ഞിരുന്നത്. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ ദീപക് ബർമയാണ് ഈ ഓപ്പറേഷൻ ചെയ്തത്. അങ്ങനെ പുള്ളി വെൻറ്റിലേറ്ററിലാണ്. അപ്പോഴാണ് പുറത്തിരുന്ന എൻ്റെ കൃപാസന പത്രം തന്നിട്ട് ഒരു ചേച്ചി പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ഞാൻ ഈ പത്രം നെഞ്ചോട് ചേർത്ത് വെച്ച്, എൻ്റെ മാതാവേ, എൻ്റെ ഭർത്താവിന് പൂർണ്ണ സൗഖ്യം തരണമേ എന്ന് പ്രാർത്ഥിച്ച്. പിന്നെ അന്ന് തൊട്ട് എല്ലാ ദിവസവും